എല്ലാവർക്കും നമസ്കാരം. അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കണിലും ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ടൈപ്പ് വെജിറ്റബിളാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു വലിയ ഉരുളക്കിഴങ്ങുണ്ട് കേട്ടോ, ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതേ അളവിൽ തന്നെ അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ബീൻസും ഒരേ അളവിലാണ് എടുത്തേക്കുന്നത്. അതായത് ഉരുളക്കിഴങ്ങ് എത്രയാണോ എടുത്തേക്കുന്നത് അതിൻ്റെ പകുതി അളവ് എന്നുള്ള രീതിയിലാണ് ക്യാരറ്റും ബീൻസും എടുത്തിരിക്കുന്നത്. പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ പ്രഷർ കുക്കറിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ വലിപ്പമൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതായിട്ട് അരിയാം. നമ്മളിപ്പോൾ ഇത് പാനിൽ ജസ്റ്റ് മൂടി വെച്ചിട്ടാണ് വേവിക്കാൻ പോണത്. അപ്പോൾ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിയാം. അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും ഇത് വേവാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മൾ ഈ കറി വെക്കണത്. 1/2 കപ്പ് 1/4 പാലാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് പിഴിഞ്ഞെടുക്കുന്ന പാല്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താലും കുഴപ്പമില്ല. ഒരുപാട് വെള്ളം ചേർക്കാണ്ട് നല്ല കട്ടിയിലെടുക്കുന്ന പാല് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞെടുക്കുന്ന പാല് 1.5 കപ്പ്, അതായത് 2ാം പാല്. 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പ് വരെയൊക്കെ നിങ്ങൾക്ക് എടുക്കും. 2ാം പാല് കുറച്ച് അധികം ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് കറിയാക്കാനായിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കടുക് ചേർത്താലും മതി കേട്ടോ. 1/4 ടീസ്പൂൺ അല്ലേ ചേർക്കണുള്ളൂ, നമുക്ക് ഒരുപാട് അങ്ങനെ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ബേ ലീഫ് ചേർക്കാം, 3 ഗ്രാമ്പൂ, 2 ഏലക്ക ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ചെറിയൊരു കഷ്ണം പട്ടയും മതി, ചെറിയൊരു പീസ് മതി. അപ്പോൾ ഇത്രയും സ്പൈസസ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്നത് മൂപ്പിക്കാം. അപ്പോൾ സ്പൈസസ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കണത് 10 ചെറിയ അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതുമാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒന്ന് മൂത്ത് വരുന്നേരം നമുക്ക് ഒരു വലിയ സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് നിങ്ങൾ എരിവനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ളൊരു മുളകാണ് എടുത്തേക്കുന്നത്. ഒരു വലിയ മുളകായതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. പച്ചമുളക് നിങ്ങൾക്ക് 2, 3, 4 ഒക്കെ നിങ്ങൾ എരിവനുസരിച്ച് ചേർക്കാം. പിന്നെ നമ്മൾ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റാം. ഇപ്പോൾ സവാള നോക്കിയേ പച്ചമുളകൊക്കെ മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് ചേർക്കുക. ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ പൊടികൾ നന്നായി മൂത്ത് വരും. അന്നേരം നമുക്ക് വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 2ാം പാലാണ് നമ്മൾ ഒഴിക്കാൻ പോണത്. 2ാം പാലിലാണ് ഇത് വേവിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1.5 കപ്പ് 2ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒരു എക്സ്ട്രാ 1 കപ്പ് വെള്ളം കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട്. അത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് വേവും തോറും ചാറൊക്കെ വറ്റിപ്പോവും, വല്ലാണ്ട് കുറുകി വരും. അതാണ് നമ്മൾ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കേട്ടോ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. പിന്നെ നമുക്ക് പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനും വെള്ളമൊക്കെ ചെക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചേർത്ത ഈ 3 വെജിറ്റബിൾ കൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ കോളിഫ്ലവറും എക്സ്ട്രാ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയിട്ട് കോളിഫ്ലവർ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നിങ്ങളിപ്പോൾ പ്രഷർ കുക്കറിലാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് പ്രഷർ കുക്കറിലിട്ട് അത്യാവശ്യം ഒരു പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഒരു പകുതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരൊറ്റ വിസിൽ വരണ വരെ വേവിക്കാം. അന്നേരം നിങ്ങൾ കഷ്ണങ്ങൾ കുറച്ച് അധികം വലുതാക്കിയിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല. പ്രഷർ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേവുമല്ലോ. എന്നിട്ട് നിങ്ങൾ വെന്ത വെജിറ്റബിൾസ് ഇതിനകത്ത് ചേർത്താലും മതി. ഏകദേശം ഒരു 15-16 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയേ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ തൊടുമ്പോൾ തന്നെ ഉടഞ്ഞു വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് പോരാൻ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഒരു 1/2 ടീസ്പൂണും കൂടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. അഥവാ ഇനിയിപ്പോൾ ഈ സമയത്ത് ചാറ് ഒത്തിരി വറ്റിപ്പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കറക്റ്റാണ്. ഇനി ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതിലേക്ക്
നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുന്നേ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് കേട്ടോ. കാരണം ഇനി കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. ഇനി കറി ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളക്കേണ്ട കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പും എരിവും ഒക്കെ ആവശ്യത്തിനാണ്. എല്ലാം നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കഷ്ണങ്ങൾ തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറി കുറച്ചും കൂടി കുറുകും. കഷ്ണങ്ങളുടെ ടേസ്റ്റും കൂടിയിട്ട് നമുക്ക് കറിയിൽ കിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പം, പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക താഴെ അഭിപ്രായങ്ങളൊക്കെ. അതുമാത്രമല്ല, നിങ്ങളിനി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താഴെ റെഡ് കളർ ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റും. അപ്പോൾ മറക്കാതെ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.